എല്ലാവർക്കും ആംഗ്രി റിയാക്ഷൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൊലപാതക വാർത്തയാണിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. എന്താണെന്നല്ലേ, വരൂ നമുക്ക് കഥയിലേക്ക് കിടക്കാം. സംഭവം എന്താണെന്ന് ഇവിടെ വെച്ച് ചർച്ച ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഇതിൽ രേഖപ്പെടുത്തേണ്ടതാണ്. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാനായ വിശാൽ അഗർവാളിൻ്റെ മകൻ കേതൻ അഗർവാൾ, അവൻ്റെയും സിയ പ്രവീൺ എന്ന 20 വയസ്സുകാരി പെണ്ണിൻ്റെയും വിവാഹ നിശ്ചയം നടന്ന് ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ വേണ്ടി ലോണാവലയിലെ ലോഹഗഡ് കോട്ടയിലേക്ക് പോവുകയാണ് ഇരുവരും. എന്നിട്ട് അവിടെ വെച്ച് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പൈശാചികമായിട്ടുള്ള സംഭവമാണ്, അത്രയും ക്രൂരത നിറഞ്ഞ ഒരു പ്രശ്നമാണ്, ഒരു സംഭവമാണ് അവിടെ നടന്നത്. എന്താണെന്നല്ലേ, സിയ അഗർവാളിൻ്റെയും ഞാൻ പറഞ്ഞല്ലോ കേതൻ അഗർവാളിൻ്റെ വിവാഹ നിശ്ചയം നടന്നിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള ഫോട്ടോസൊക്കെ ഒരുപാട് ഇപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പേജ് വഴി പുറത്തു വരുന്നുണ്ട്. ഇത്രയൊക്കെ നടന്നിട്ടും എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിയയുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാനാണെന്ന് പറഞ്ഞാൽ ലോണാവല ലോഹഗഡ് കോട്ടയുടെ അടുത്തേക്ക് അവർ പോവുകയാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 400 അടി താഴ്ചയുള്ള കൊക്കയും അതൊക്കെ ഉള്ളൊരു ഭൂപ്രദേശമാണ്. അവിടെ ആൾക്കാരധികം വരാത്തൊരു ലൊക്കേഷനാണെന്നൊക്കെ കേൾക്കുന്നു. അവിടെ വെച്ച് ഈ പെൺകുട്ടി ഇവനെ തള്ളിയിടുന്നു. ആ കൊക്കയിലേക്ക് 400 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് തള്ളിയിടുകയാണ്. 2026 ജൂൺ 18 സംഭവം, രാവിലെ. അപ്പോൾ അവൾ ഇവനെ തള്ളിയിട്ടതിന് ശേഷം ഇവൾ തന്നെ പോയി ബന്ധുക്കളോടും അവളുടെ വീട്ടുകാരോടും ഈ ചെക്കൻ്റെ വീട്ടുകാരോടും കേതൻ്റെ വീട്ടുകാരോടും ഒക്കെ പറയുകയാണ് അവൻ കാല് വഴുതി വീണെന്ന്, കരഞ്ഞുകൊണ്ട് തന്നെ. അവിടെ സിയയുടെ കാമുകനായിട്ടുള്ള ബാബുലാൽ ചൗധരി അവനും ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നു. രണ്ടുപേരും ചേർന്ന് പ്ലാൻഡ് ചെയ്താണ് അവനെ ഈ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊന്നത്. എന്തിനു വേണ്ടി? പണത്തിന് വേണ്ടി. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പൊതുവേ അറിയാലോ, നല്ല പൂത്ത കാശുള്ള ഫാമിലി ആയിരിക്കും. ബന്ധുക്കൾക്ക് വരാൻ വേണ്ടി എന്താ പറയുക, വിമാനങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും സ്വന്തം വിമാനത്തിലാണ്. അങ്ങനെയൊക്കെയുള്ള ഇവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്. അതൊക്കെ മോഹിച്ചിട്ടാണ് ഇവളിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ ആദ്യമേ പറയാമല്ലോ, എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല. അത്ര നിഷ്കളങ്കനായ ചെറുപ്പക്കാരനെ 400 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊന്നത് എന്തിന്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? പണം. അപ്പോൾ ഈ സ്ത്രീകൾക്ക് എന്തുമാവാം. നമ്മുടെ ജീവൻ, ഞാനടക്കമുള്ള പുരുഷൻ്റെ ജീവൻ ഒരു വിലയുമില്ല അല്ലേ? അതിൻ്റെ ധാർഷ്ട്യമാണ് ഈ സംഭവത്തിൽ കാണുന്നത്. ഈ ഇൻസ്റ്റാഗ്രാമിലൊന്നും മലയാളികൾ ഇതിനെപ്പറ്റി അധികം ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതിൽ വ്യക്തമായിട്ട് അറിയാവുന്നൊരു സംഭവം പണം. അതെങ്ങനെ തട്ടിയെടുക്കാമെന്നുള്ള അവളുടെ അത്യാഗ്രഹം, അതിമോഹം അവസാനം അത് നടന്നില്ല. കേതൻ്റെ വീട്ടുകാർ പറയുകയാണ് വഴുതി വീഴാൻ ഒരു ചാൻസ് ഇല്ല. കാരണം അവൻ ഈ ട്രക്കിങ്ങിനൊക്കെ പോയി നല്ല ശീലമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ എങ്ങനെ വഴുതി വീഴും? പോലീസ് കേസ് അന്വേഷിക്കുകയാണ്. ഒരുപാട് നേരങ്ങൾക്ക് ശേഷമാണ് അവൻ്റെ മൃതദേഹം പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ഈ സംഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു പെണ്ണിന് വിവാഹം പെണ്ണ് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർ ഒരുപാടുണ്ട്. ഒരു കല്യാണം നടക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവർ അറ്റ്ലീസ്റ്റ് ആ പെണ്ണിനെ പറ്റി ചെറുതായിട്ടൊന്ന് അന്വേഷിക്കെങ്കിലും ചെയ്യണം. ഇവൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എത്ര മണിക്ക് തിരിച്ചു വരുന്നു എന്നൊക്കെ.
ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഇങ്ങനത്തെ ഇതുപോലത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നതും നമ്മുടെ ജീവിതം അവിടെ പകുതിക്ക് വെച്ച് നിശ്ചലമായി പോകും. അവിടെ ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. സിയ അഗർവാൾ എന്ന ഈ പെൺകുട്ടി കാരണം തൊലിഞ്ഞത് പാവം ചെറുപ്പക്കാരൻ്റെ ജീവിതം. നഷ്ടപ്പെട്ടത് അവൻ്റെ വീട്ടുകാർക്കല്ലേ. ഇവൾക്ക് എന്താ നഷ്ടം? ഇവൾക്ക് ഇവളുടെ കാമുകരും ചേർന്ന് അവനെ കൊന്നു കളഞ്ഞു. അറ്റ്ലീസ്റ്റ് നമ്മളൊരു പെണ്ണിനെ വിവാഹം ആലോചിക്കുമ്പോൾ ആ പെണ്ണിനെ പറ്റിയുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. കാരണം സ്ത്രീകൾക്കൊരു നിയമം, പുരുഷനൊരു നിയമം എന്നൊരു നിലയിലാണിപ്പോൾ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ സ്ത്രീകളും അധിക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ഇത്തരത്തിൽ അതിമോഹം വെച്ചുകൊണ്ട് നടക്കുന്ന പെൺപിള്ളേരെ നമ്മൾ അത്രയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതുപോലത്തെ പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് ജീവിതകാലം മൊത്തം സിംഗിളായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നതാണ് അല്ലേ. ഇപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ പഠിക്കണം. എന്നാൽ പിന്നെ ഇത്രയേ പറയാനുള്ളൂ. ഇതിനെപ്പറ്റി അധികം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇമോഷണലായിപ്പോവും. അതുകൊണ്ട് എല്ലാവരോടും പറയുകയാണ് ഒന്നുകൂടി, നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.